9 മാസം പ്രായമുള്ളപ്പോൾ തന്നെ മാലാഖമാർക്കൊപ്പം ചേർന്ന ഒരു പിഞ്ചോമനിയുണ്ട് നമ്മുടെ നാട്ടിൽ. അലിൻ ഷെറിൻ എന്നാണ് അവളുടെ പേര്. അലിന്റെ മരണം നടന്ന സംഭവമൊക്കെ എനിക്കും നിങ്ങൾക്കും മനഃപ്പാടമാണ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 5-ാം തീയതി പള്ളത്തിന് സമീപം വെച്ചുണ്ടായ ഒരു വാഹനാപകടത്തിൽ അച്ഛനപ്പമാർക്കൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് വാഹനാപകടം സംഭവിക്കുന്നത്. ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ച പിഞ്ചോമനയാണ് അലിൻ. ആ പെൺകുട്ടിയുടെ നേത്രപടലം, ഹൃദയവാൽവ്, കരൾ, വൃക്കകൾ ഒക്കെ തന്നെ മറ്റ് കുട്ടികൾക്ക് ദാനം ചെയ്തിട്ടാണ് ഈ പിഞ്ചോമന മാലാഖമാർക്കൊപ്പം ചേരുന്നത്. ഒരു വിതുമ്പലായി, കണ്ണീർ തുള്ളിയായും തേങ്ങലായും നമ്മുടെ മനസ്സിൽ അലിൻ ഷെറിൻ അവശേഷിക്കുന്നുണ്ട്. അതെക്കാലവും അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ പറയാൻ വന്ന സംഭവം അതല്ല. അതിനെ തുടർന്ന് ചില നന്മ മരങ്ങൾ ചെയ്ത തിന്മയെ കുറിച്ചാണ്. അലിൻ ഷെറിൻ ശാരീരിക അവയവങ്ങൾ, ആന്തരിക അവയവങ്ങൾ കുട്ടികൾക്ക് പങ്കുവച്ചിട്ട് വിട പറഞ്ഞ് പോയി. എന്നാൽ ഇത് സ്വീകരിച്ച കുട്ടികളെ മറയാക്കി, സ്വീകരിച്ച കുട്ടികളുടെ കുടുംബത്തെ മറയാക്കി ചില സാമൂഹിക ദ്രോഹികൾ, നന്മ മരങ്ങൾ എന്ന ലേബലിലുള്ള ആളുകൾ പണപ്പിരിവ് നടത്താൻ ആക്കം കൂട്ടി, അല്ലെങ്കിൽ അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ ഇടപെടൽ നടത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് പറഞ്ഞത് റിജു സാമുവേൽ എന്ന് പറയുന്ന അലിൻ ഷെറിന്റെ മുത്തശ്ശനാണ്. അദ്ദേഹം പറയുന്നു, പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾക്ക് പിന്തുണ തന്നു. ആ മാതാപിതാക്കൾക്ക് 10 മാസം കൊഞ്ചിച്ച് ലാളിച്ച് കൊതി തീരുന്നതിന് മുന്നേ തങ്ങളെ വിട്ടുപോയ ആ കുഞ്ഞിനെ കുറിച്ചോർത്ത് ദുഃഖിച്ചിരിക്കുന്ന ആ മാതാപിതാക്കൾക്ക് വരെ ആഘാതം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ. എന്താണ് ആ പ്രചരണം? ഈ സ്വീകർത്താക്കൾക്ക് ഈ അലിൻ വിട പറഞ്ഞു പോയി ആ പിഞ്ചോമനയുടെ ശരീരം സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ ഹൃദയം സ്വീകരിക്കുന്ന, കരൾ സ്വീകരിക്കുന്ന, വൃക്ക സ്വീകരിക്കുന്ന, നേത്രപടലം സ്വീകരിക്കുന്ന കുട്ടികൾക്ക് ചികിത്സ നടത്താൻ, ശസ്ത്രക്രിയ നടത്താനുള്ള പണമില്ല, സാമ്പത്തിക ബാധ്യതയിലാണ്. അവരെ സഹായിക്കണം. അങ്ങനെ അലിൻ കൊടുത്തിട്ട് പോയ ആ അവയവങ്ങൾ ജീവിക്കട്ടെ, അങ്ങനെ ജീവൻ തുടിക്കട്ടെ, പ്രസരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ, എന്റെയും നിങ്ങളുടെയും ഹൃദയവികാരങ്ങളെ ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ അക്കൗണ്ട് നമ്പറുകളൊക്കെ നൽകി പ്രസിദ്ധീകരിച്ചു എന്നാണ് റിജു സാമുവേൽ ആരോപിക്കുന്നത്. ശരിയാണ്. ഞാനും നിങ്ങളുമൊക്കെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ടുപോയിട്ടുണ്ടാകും. അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഈ കാർഡുകൾ കണ്ടിട്ടുണ്ടാകാം. നമ്മുടെ കണ്ണിൽ ഉടക്കി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? ഈ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുക്കും. 1 രൂപയെങ്കിൽ 1 രൂപ അയച്ചു കൊടുക്കും. നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ അയച്ചു കൊടുക്കും. കാരണം എന്താണ്? അലിൻ അത്രമാത്രം നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അലിൻ എന്ന മാലാഖ നമ്മൾ അത്രമാത്രം ബാധിച്ചിട്ടുണ്ട്. നമ്മൾ അത്രമാത്രം ആ പിഞ്ചോമനയെ കരളിൽ ലാളിക്കുന്നുണ്ട്, മനസ്സിൽ ലാളിക്കുന്നുണ്ട്, ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് ഈ കള്ളന്മാരുടെ ഇടപെടൽ. അങ്ങനെ എത്ര ലക്ഷം രൂപ ഈ നന്മ മരങ്ങൾ എന്ന് പറയുന്ന ഈ തിന്മ മരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടാകും സാമൂഹിക വിരുദ്ധന്മാർ. ആലോചിച്ച് നോക്കൂ. സോഷ്യൽ മീഡിയ, ഞാൻ നേരത്തെ ഒരു വാർത്തയിൽ പറഞ്ഞു, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഏത് തരത്തിൽ വീശിയാലും മുറിവേൽക്കും. മുറിവേൽപ്പിക്കുന്ന തരത്തിൽ വീശുകയാണെങ്കിൽ അപകടവും സംഭവിക്കും. അങ്ങനെ അലിൻ എന്ന് പറയുന്ന മാലാഖയെ പോലും വിറ്റ് കാശാക്കാൻ തുനിഞ്ഞു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മനസ്ഥിതി ആലോചിച്ചു നോക്കൂ. നമ്മൾ എത്ര വലിയ സംസ്കാരത്തിന്റെ ഉടമകളാണെങ്കിലും, എത്ര സാംസ്കാരിക സമ്പന്നതയിൽ എത്തിയെന്ന ഊറ്റം കൊണ്ടാലും, സാക്ഷരരാണെന്നും ആരോഗ്യ മേഖലയിൽ നമ്മൾ നമ്പർ 1 ആണെന്നും വ്യാവസായിക സൗഹൃദ സ്റ്റേറ്റ് ആണെന്നും ഒക്കെ അഭിമാനിക്കുമ്പോഴും ഈ ഒരൊറ്റ സംഭവം കൊണ്ട് നമ്മുടെ മുഖം കുനിഞ്ഞു പോകും. നമ്മുടെ ആത്മാഭിമാനം പണയപ്പെടുത്തേണ്ടി വരും. ഇത് അവയവദാനം, മസ്തിഷ്ക മരണം സംഭവിച്ച സംഭവങ്ങളിൽ അവയവദാനം നടക്കുമ്പോൾ സർക്കാരിന്റെ പോർട്ടൽ വഴിയാണ് ഇതെല്ലാം രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും സർക്കാരിന്റെ പൂർണ്ണ മേൽനോട്ടത്തിലാണ്. പിന്നെ അവയവങ്ങൾ, ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം സൗജന്യമായാണ്, പൂർണ്ണമായും സൗജന്യമായാണ് നടക്കുന്നത്. ഇപ്പൊ അവയവങ്ങൾ കൊണ്ടുപോകുന്നത് ഹെലികോപ്റ്ററിലാണെങ്കിലും റോഡ് മാർഗമാണെങ്കിലും ആംബുലൻസ്, അതിനുള്ള ചെലവ് ഒക്കെ സർക്കാരാണ് വഹിക്കുന്നത്. അത് 1 രൂപ പോലും ഈ സ്വീകർത്താവ് കൊടുക്കേണ്ടതില്ല, 1 രൂപ പോലും ദാതാവ് കൊടുക്കേണ്ടതില്ല. അങ്ങനെ ഇത്രയും സർക്കാർ ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് സർക്കാരിന്റെ പൂർണ്ണ ചെലവിൽ നടക്കുന്ന ശസ്ത്രക്രിയക്ക് പോലും ഇത് ശസ്ത്രക്രിയക്ക് വകയില്ലാത്ത കുട്ടിക്കാണ് ലഭിച്ചിരിക്കുന്നത്. അവർക്ക് പണമില്ല, അവരെ സഹായിക്കണം, അവരെ സഹായിക്കാൻ ഈ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളാൽ കഴിയുന്ന തുക അയക്കണം എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്ത് പൈസ വിരിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ അഭിമാന കേരളമല്ല, അപമാന കേരളമാണ് എന്ന് തോന്നിപ്പോകും. ഏതായാലും റിജു സലാം എന്ന് പറയുന്ന അലിൻ ഷെറിന്റെ മുത്തശ്ശൻ ഇക്കാര്യം തുറന്നു പറഞ്ഞപ്പോൾ കേരളം നടുങ്ങുകയാണ് ചെയ്തത്. ആ പിഞ്ചോമനയുടെ മരണത്തെ പോലും കച്ചവടം ആക്കിയ
ഇത്തരം സാമൂഹിക വിരുദ്ധന്മാരെ, നന്മ മരങ്ങളെ എന്ന പേരിൽ നടക്കുന്ന ഇവരെ, ഈ തട്ടിപ്പിനെ പുറത്തു കൊണ്ടുവരാൻ കേരളത്തിലെ സൈബർ പോലീസ് തയ്യാറാകണമെന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കും പങ്കുവയ്ക്കാനുള്ളത്.